എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ ആംഗിളിൽ വെച്ചിട്ട് നോക്കണം, എങ്ങനെയൊക്കെ വെച്ചാലാണ് കുറച്ച് ക്ലാരിറ്റി കൂടാന്ന് കേട്ടോ. കാരണം കുറേ പേര് പറയുന്നുണ്ട് കുഴപ്പമില്ല, ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ക്ലാരിറ്റി പോരാ, വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിമിതികളിൽ നിന്ന് നമുക്ക് മാറ്റാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റണ പോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലം മാറ്റി മറിച്ചും ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ആൾക്കാർ കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ ഇപ്പോൾ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എടുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് വ്ളോഗ് ഇടണം എന്നുള്ള ഒരു മൈൻഡ് ഔട്ടായിപ്പോയി. പക്ഷേ ആ മൈൻഡ് ഔട്ടായതിൻ്റെ ഡബിൾ സ്ട്രോങ് ആയിട്ട് പിന്നെ എനിക്ക് എന്തായാലും ഞാൻ എങ്ങനെയായാലും ലൈവും വീഡിയോയും ഇടും എന്നൊരു വാശി പോലും വന്നു കേട്ടോ. അതിൻ്റെ കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നലത്തെ കുറച്ച് ഒരു ഉച്ചവരെയുള്ള ട്യൂഷൻ കഴിയണ വരെ വൈകുന്നേരം വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു ക്ലീനിങ്ങിൻ്റെയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ വീഡിയോയിലുള്ളത്. പിന്നെ ലൈറ്റായിട്ടുള്ള നമുക്ക് ഈ മൈൻഡ് ഔട്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് വിഭവങ്ങൾ കുറേയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാലും പാളിപ്പോകും. കാരണം നമ്മൾ മൈൻഡ് ഔട്ടായിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആവില്ല. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കേട്ടോ എനിക്ക് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മൈൻഡ് ഔട്ടായിരിക്കുന്ന സമയത്ത് ക്ലീനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അതെനിക്ക് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് അനുകൂലിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഭയങ്കര നമ്മൾക്ക് എന്തെങ്കിലും മൈൻഡിന് ഇങ്ങനെ വല്ല പ്രശ്നമായിരിക്കുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുകയും കിച്ചണൊക്കെ ഒന്ന് ഒക്കെ റീക്രിയേറ്റ് ചെയ്യുക, അതായത് എല്ലാം ഒക്കെ ഒന്ന് പെറുക്കിയൊക്കെ മാറ്റി വെച്ച് പൊടിയൊക്കെ തട്ടിയൊക്കെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവിടെയൊക്കെ മാറാലയൊക്കെ തട്ടി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പകുതി സ്ട്രെസ്സ് കുറയും. അത് എനിക്കങ്ങനെയാണ്. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവർക്കും അതുപോലെ ആവില്ല, പക്ഷേ എനിക്കങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആവും. പക്ഷേ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് ശരിയാവില്ല. അഥവാ മനസ്സിലാവുമ്പോഴേവും. കാരണം പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. കാരണങ്ങൾ കുറച്ചുണ്ട് പറഞ്ഞാൽ ചെറിയ കാരണമാണ്. പക്ഷേ നമ്മളെന്താ അറിയോ, നമ്മുടെ കയ്യിൽ ചെറിയൊരു കാരണം കിട്ടിയാൽ നമ്മളതിനെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം വലുതായി നമുക്ക് തോന്നണേ. പക്ഷേ ആ പ്രശ്നം നിസാരാന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പിന്നീട് എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വഴിക്ക് ചിന്തിച്ചത് കേട്ടോ. പക്ഷേ ഞാൻ ബോൾഡാണോ ചോദിച്ചാൽ ഞാൻ ബോൾഡാണ്. പക്ഷേ ഞാനൊരു പെട്ടെന്ന് ഇൻട്രോവേർട്ട് പോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്ന ആളാണോ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആണ്. പക്ഷേ ഒരാൾ ഇങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് വേഗം കഴിയും. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും കേട്ടോ. അല്ല ഇനിയിപ്പോൾ തെറ്റിലേക്ക് ഒരാൾ നയിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനും എനിക്ക് കഴിയും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് ദീർഘിക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഞാനും മോനും ഫാമിലിയൊക്കെ ലൈവ് വരാറുണ്ട്. നമ്മുടെ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും. നമ്മുടെ മുക്കാൽ ആൾക്കാരും ലൈവിൽ കയറാറുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ലൈവിൽ കയറുമ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവർക്കൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ മോനും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ലൈവൊക്കെ നല്ല ആക്റ്റീവാണെന്ന് പറഞ്ഞതും കേട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 2 ദിവസം മുന്നത്തെ ലൈവിൽ, അതായത് മിനിഞ്ഞാന്നത്തെ ലൈവിൽ നമുക്ക് കുറച്ച് ബാഡ് കമൻറ്റ് കുറച്ച് കൂടുതൽ വന്നു. ആ ബാഡ് കമൻറ്റ് കൂടുതൽ വന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കതങ്ങോട്ട് ഇവിടെ ആദ്യമായിട്ടാണല്ലോ, നമുക്കറിയാം ഇതൊരു വൈഡ് പ്ലാറ്റ്ഫോമാണ്. നെഗറ്റീവ്സും പോസിറ്റീവ്സിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ്സും ഇഷ്ടംപോലെ ഉണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷേ കുറേ ബാഡ് കമൻറ്റ് വന്നപ്പോൾ നമ്മൾക്കത് ലൈവ് ഞാനങ്ങോട്ട് വേണ്ട വെച്ചു, നിർത്തി. കാരണം കുറച്ച് പേര് പറയുന്നുണ്ട് അത് ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, ഞങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ. പക്ഷേ അപ്പോൾ എനിക്കൊന്നും ബ്ലാങ്ക് ആയിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ലൈവ് വൈൻഡപ്പ് ചെയ്തു, വേണ്ട വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് മൈൻഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ എനിക്കങ്ങനെ കേട്ടോ. എന്തെങ്കിലും മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് പക്ക കറക്റ്റ് ആവില്ല, നമ്മുടെ മനസ്സിൽ നിന്നായിരിക്കില്ല. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണ്, എത്രത്തോളം വലിയ തെറ്റാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴാണ് മനസ്സിലായത്. ആ ഫ്രണ്ടിൻ്റെ പേര് ഇപ്പോൾ
എല്ലാവർക്കും സുപരിചിതമായിരിക്കും, എൻ്റെ സ്ഥിരം ആൾക്കാർക്കൊക്കെ. കാരണം ഇന്നലെ എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വീഡിയോ ഒരു ഉച്ച കഴിഞ്ഞ നേരത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അങ്ങനെ കടന്നു പോയിട്ട്. അപ്പോഴാണ് ഐഷയുടെ ഫോൺ വരുന്നത്. ഐഷ ബഷീർ എന്നെ ഫോൺ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, രശ്മി നീ എന്താ നെഗറ്റീവ്സ് വരും ഈ ഫീൽഡിൽ, അങ്ങനെയാണ്, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യരുത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ഒരാൾ നെഗറ്റീവ് ഇട്ടു പറഞ്ഞിട്ട് ഈ 2000 ആൾക്കാരോളം നമ്മുടെ ലൈവിൽ വരാറുണ്ട്. ഈ ഒരാൾ കാരണം എന്നെ കണ്ട് വന്ന് ഞങ്ങളുടെ ഫാമിലി കണ്ട് വന്നിട്ടുള്ള 2000 ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരാൾ കാരണം അത്രയും പേരെ ഞങ്ങൾ ഒഴിവാക്കി അല്ലേ. അപ്പോൾ അവൾ പറഞ്ഞ വേറൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കഷ്ടപ്പെട്ട് അതായത് കഷ്ടപ്പെട്ടൊരു ജോലിക്ക് കയറി, ആ ജോലിക്ക് കയറിയോടത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ ആ ജോലിയെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പുറത്തേക്ക് വരില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാണ്. കാരണം യൂട്യൂബ് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൽ എന്താ പറയുക, കുറേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കിതിൽ എന്തെങ്കിലും ആവുന്നൊരു പ്രതീക്ഷ ഇപ്പോൾ എനിക്കുണ്ട്. വലിയ പ്രതീക്ഷ പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കുറച്ച് സപ്പോർട്ടിങ് ഉള്ള ആൾക്കാരും യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അത്രയും ഞാൻ ഇഷ്ടപ്പെട്ട് വന്ന ഫീൽഡിൽ ഏതോ ഒരാൾ, അതായത് ഐഷ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലെ ആൾക്കാരെയും അതായത് ചിലപ്പോൾ നമ്മുടെ അമ്മ നമ്മളെ വളർത്തിയ പോലെ എല്ലാവരെയും വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ചിലവർ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും പെരുമാറിയിച്ചിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുകയല്ലേ വേണ്ട, നീ എന്തിനാ അത് റെസ്പോണ്ട് ചെയ്യണേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. എന്തിനാ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അതാ പറഞ്ഞത്, നീ എന്തിനാ അത് നോക്കണം, അത് വിട്. അപ്പോൾ ഏട്ടനും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്തായി, എനിക്ക് ഭയങ്കര ധൈര്യമായി. എന്താ വെച്ചാൽ ശരിയാ, നെഗറ്റീവ്സിന് നമ്മൾ എന്തിനാ നോക്കണേ, ആ നെഗറ്റീവ് പറഞ്ഞ് പോണവർ പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പോസിറ്റീവായി നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഇത്രയും പേരെ വിട്ടിട്ട് ഈ ഒരു നെഗറ്റീവിൻ്റെ പിന്നാലെ പോകണത് എന്താണെന്ന് എനിക്ക് എൻ്റെ തെറ്റ് സത്യം പറഞ്ഞാൽ മനസ്സിലായി കേട്ടോ. ഇനി ഒരിക്കലും എന്ത് തരത്തിലുള്ള നെഗറ്റീവ് വന്നാലും ഞാൻ അതിനെ പേടിക്കില്ല. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ എനിക്ക് ആൾക്കാരുണ്ട്. കട്ട സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. എന്തൊക്കെ ഒന്ന്, പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ആ ലൈവിൽ വന്നിട്ടായാലും നമ്മളെന്തെങ്കിലും പ്രശ്നത്തിലാണ് പറയുമ്പോൾ അവിടെ തന്നെ 1-2 പേര് വന്ന് ചേച്ചി ഇന്നത് പറഞ്ഞോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതുപോലെ ആവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കൂടെപ്പിറപ്പ് പറയണ പോലെ, എൻ്റെ അനിയന്മാർ പറയണ പോലെ പറയാനും, അവർ ഇന്നതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് കൂടെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനും ആ ലൈവ്. പിന്നെ ഇന്നലെ ഞാൻ എന്നിട്ട് വൈകുന്നേരം ലൈവ് ഇട്ടപ്പോൾ ഒരു ബാഡ് കമൻറ്റും വന്നിട്ടില്ല. പക്ഷേ ചിലത് വന്നത് അപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ അത് ഇടപെട്ട് സോൾവ് ആക്കി. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളപ്പോൾ നമുക്കത് വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലത്തെ ലൈവ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് ഔട്ട് പറയാൻ ഭയങ്കരമായിരുന്നു. നമുക്ക് ഉറങ്ങുമ്പോഴൊക്കെ ആ ഒരു എന്താ വേണ്ടിയിരുന്നില്ല എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ ഐഷ വിളിച്ച് ഐഷയോട് സംസാരിച്ചുവോ അതോടെ എൻ്റെ മൈൻഡ് ക്ലിയറായി എന്ന് മാത്രമല്ല, ഇനി ചെയ്യണം എന്നൊരു സ്പിരിറ്റായി കേട്ടോ. അത് അവൾ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആ ഒരു ഇതാണല്ലോ, ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും അത് അവളുടെ ആ ഒരു ഇത് എൻ്റെ വർക്കൗട്ടായി. കാരണം അവൾ അത്രയും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, എനിക്ക് അതിലേറെ ഇത് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാളെ എന്നെ വിളിച്ച് ഇത്ര കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിലൊക്കെ എനിക്ക് എത്ര വലിയ സ്ഥാനം ഉണ്ടാവുക, അതൊക്കെ ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തോന്നിയിട്ടോ എനിക്ക്. എന്നിട്ട് എൻ്റെ മോൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു ഐഷ താത്ത. എൻ്റെ മോനെ കുറേ അപ്രീഷിയേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടോ. പിന്നെ അവനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇരുത്തി പുകഴ്ത്തുക പറഞ്ഞതിന് എനിക്ക് ചീത്തയും കേട്ടു. കാരണം എന്തുകൊണ്ട് അവന് കഴിവുകളുണ്ടല്ലോ, അപ്പം നീ അവനെ ഇരുത്തി പുകഴ്ത്തുകയല്ല പറയുക വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്തയും പറഞ്ഞു കേട്ടോ. കൂടെ ഈ കാര്യങ്ങളും പറഞ്ഞു. എന്തായാലും ഐഷയുടെ ക്ലാസ് വർക്കൗട്ടായി. എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി. എന്താ പറയുക, ഇതുവരെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു എനർജി പാക്കും കൂടി എൻ്റെ ഐഷ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയും പറയും, ഐഷ മാത്രം എടുത്ത് പറയുകയല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെയുള്ള എല്ലാവരും എനിക്ക് ബിഗ് സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സപ്പോർട്ട് ഇനി തുടർന്നുള്ള എൻ്റെ ഈ വേലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും പോയിട്ട് ഉള്ള എൻ്റെ വീടിൻ്റെ കോലാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ല, മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മൂഡ് ഓഫ് ആയിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചു. ശരി, എന്നാൽ ക്ലീനിങ് വീഡിയോ പോലെ എടുത്ത് വെക്കാം, പറ്റണ ദിവസം കൊണ്ടേ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ കണ്ടു, പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി വെക്കണതാണ് ഞാൻ. അപ്പോൾ നമുക്ക് അത്രയും മൈൻഡ് ശരിയല്ല, ചെറുതായിട്ടൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തലവേദന വരും എനിക്ക്.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് ഞാനൊരു പാരസെറ്റാമോളൊക്കെ എടുത്ത് കഴിച്ച് ഭക്ഷണം കുട്ടികളൊക്കെ പോയി കാരണം ചോറാവണുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കി, രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം മൈൻഡ് ഔട്ടാണ്, എടുത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ കുറച്ച് കുറച്ച് തുണികളായിട്ട് തിരുമ്പാനുള്ളതൊക്കെ എടുത്ത് മാറ്റി ഓരോ സെക്ഷനായിട്ട് തിരുമ്പാനൊക്കെ അങ്ങനെ ഇട്ടു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നമ്മൾ പണികൾ ചെയ്താൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇതുണ്ടോ എൻ്റെ കുക്കർ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നില്ല, അടുപ്പത്ത് വെച്ച പോലെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ സന്തോഷേട്ടൻ വന്ന് പോകുന്നുണ്ട് കേട്ടോ. കുക്കറിൽ അതായത് നമ്മൾ പുട്ടുപാത്രം കുക്കറിൽ വെക്കണതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുക്കറിൽ വെള്ളം ഉണ്ടോ നോക്കാതെ തന്നെ പുട്ടടുപ്പത്ത് വെച്ചു. പുട്ട് കരിഞ്ഞും പോയി, കുക്കർ പൊട്ടിത്തെറിക്കാത്തത് എൻ്റെ ഭാഗ്യം. അപ്പോൾ പിന്നെ ഇതൊക്കെ എപ്പോഴും ചെയ്യണതാട്ടോ ഞാൻ. നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗവും, കാരണം ഈ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുൾ മിഴുക്കായിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് മിക്ക ദിവസങ്ങളിലും ചിലപ്പോൾ എല്ലാ ദിവസമൊന്നും പറ്റില്ല, എന്നാലും ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്യും. പിന്നെ അപ്പോൾ ചായ വല്ലതും തിളച്ച് പോയാൽ അത് അപ്പം തന്നെ വൃത്തിയാക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡബിൾ പണിയാവും. അപ്പോൾ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തതാണ്ടോ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ഫുൾ പിടിച്ചിട്ടുണ്ട് അവിടെ. അപ്പം അതൊക്കെ അവിടെ വൃത്തിയായി ഉരച്ച് കഴുകി ഒക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള കറി വെക്കലും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഉച്ചയ്ക്ക് കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ ഉച്ചയ്ക്കൊക്കെ വെച്ചത്. നമുക്ക് ആർക്കും ചിലവർക്ക് കറി ഉണ്ടാവും, ചിലവർക്ക് കറി ഉണ്ടോയെന്ന് അറിയില്ല. കറിയൊക്കെ വരെ ഞാൻ പറയാം കേട്ടോ. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെയൊക്കെ ഫുൾ വാളും എല്ലാം തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പം നമ്മുടെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും പോവും. കാരണം ആ പാത്രങ്ങൾ കുമിഞ്ഞ് കിടക്കണ പോലെ ടെൻഷനായിരിക്കും നമുക്ക്. അപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടി. അപ്പോഴേക്ക് ഏട്ടൻ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റേഷൻ കടയിൽ പോകുമ്പോൾ ഈ ഭാഗം അരി വെക്കണ ഭാഗമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അരി കൊണ്ടുവരുമ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അതൊക്കെ അടിഭാഗമൊക്കെ നന്നായി അടിച്ച് ഇതപ്പോൾ കുറച്ച് തുണികളൊക്കെ ആ ഗ്യാപ്പ് കൊണ്ട് തന്നെ എന്താ പറയുക പാത്രങ്ങൾ കഴുകണ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഒരു സെക്ഷൻ തുണികൾ കൊണ്ട് ഞാൻ തോരിയിട്ടു. ഇത് പിന്നെ കൈയും കൊണ്ട് തിരുമ്പണം. ഏട്ടൻ്റെ ഷർട്ടൊന്നും ഞാൻ മെഷീനിൽ ഇടില്ല, അത് മിക്കവാറും ആൾക്കാരും ഇടുണ്ടാവില്ല. അത് ഞാൻ അങ്ങനെ ബാത്റൂമിൽ തന്നെ ഒന്ന് ഇടാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അലക്കുകല്ല് തറവാട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്നും ചളിയൊന്നും ഇല്ലല്ലോ, സോപ്പ് പൊടി ഇട്ട് വെക്കുക പതിവ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഗ്രൈൻഡറൊക്കെ നീക്കി അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച് ഒക്കെ വൃത്തിയാക്കി തിരുമ്പാനുള്ള മാറ്റുകളൊക്കെ മാറ്റി വെച്ചപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ അരി കൊണ്ടുവന്നു. ഇതിൽ പച്ചരിയും മറ്റേത് പുഴുങ്ങല്ലരിയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പയറൊക്കെ മുറുക്കി വെച്ചിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് പ്രിയ തന്നതായിരുന്നു കേട്ടോ, അവർ വീട്ടിലുണ്ടായ പയറായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ചു. അപ്പോഴേക്കും മല്ലിയും മുളകും പൊടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ പൊടിച്ചു കൊണ്ടുവന്നു. ഒറ്റ കൈ കൊണ്ട് മല്ലിയുടെ തുറക്കാൻ പറ്റുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ലഞ്ചെന്ന്. കാരണം മുട്ട ഉണ്ട്, എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് കേട്ടോ. അതിൽ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒന്ന് കറി വന്നിട്ട് ഞങ്ങൾ മുളക് വറുത്ത പുളി പറയും, ചിലവർ തറവാട്ട് പുളി എന്നൊക്കെ പറയും. നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഇത് കുറച്ച് സുപരിചിതമാണ്. നമ്മുടെ കുഞ്ചൂസ് ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ചൂസ് ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയും കേട്ടോ. അവിടുത്തെ പ്രസീത ചേച്ചി എപ്പോഴും വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയൊക്കെ പറയും നമ്മുടെ വീട്ടിലത്തെ സംസാരമാണ് എന്നൊക്കെ. അപ്പോൾ ഞാനും ചേച്ചിയുടെ ഫോളോവറാണ് കേട്ടോ. അതായത് ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട്, ചേച്ചിയുടെ ഫേസ്ബുക്ക് വീഡിയോസും എല്ലാം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്താ വെച്ചാൽ ക്യാമറ വെച്ചത് കറക്റ്റായില്ല, കുക്കിങ്ങാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, കുക്ക് ചെയ്യണത് അതിൽ കാണുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ പോസ്റ്റ് ചെയ്യാം, എന്താ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ പുളിയായി, പയറുപ്പേരിയായി, ഒരു പപ്പടവും കാച്ചി. പിന്നെ ഇതാണ് എൻ്റെ സ്പെഷ്യൽ റെസിപ്പി കേട്ടോ, ക്യാബേജ് മുട്ടത്തോരൻ. അതാണത്. ആർക്കെങ്കിലും ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, ചീനിമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, മുട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവും, ക്യാബേജിൻ്റെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആർക്കെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും ഏട്ടൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് തുണികളും കൂടി തോരിയിട്ട്, നല്ല വെയിൽ കണ്ടപ്പോൾ തുണികളൊക്കെ തോരിയിട്ടിരുന്നിട്ട് ഞാൻ കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തത് മുഴുവനൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും അങ്ങനെ അങ്ങോട്ട് വല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മുക്കാലും കഴിച്ചു കേട്ടോ. ബാക്കി ചോറ് ബാക്കി വന്ന് കളയൊന്നുമില്ല. നമുക്കിവിടെ ആൾക്കാരുണ്ടല്ലോ, മൂന്നാല് ആൾക്കാരുണ്ട് ഇവിടെ കഴിക്കാൻ.
അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് മയങ്ങി എണീച്ചപ്പോഴേക്കും എൻ്റെ പിള്ളേഴ്സൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത്ത് ചെറുതായി ഒന്ന് കൂടിപ്പോയി. പുതുതായി കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്